ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോദ്വിജേത് പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ ന ഉദ്വിജേത് പ്രാപ്യ ച അപ്രിയം സ്ഥിരബുദ്ധിഃ അസമ്മൂഢഃ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. ന പ്രഹർഷ്യേത് പ്രഹർഷം ന കുര്യാത് ഇഷ്ടം പ്രാപ്യ ന ഉദ്വിജേത് അപ്രിയം അനിഷ്ടം ലബ്ധ്വാ ദേഹമാത്രാത്മദർശിനാം ഹി പ്രിയാപ്രിയപ്രാപ്തൗ ഹർഷവിഷാദൗ കുർവാതേ ന കേവല ആത്മദർശിനഃ തസ്യ പ്രിയാപ്രിയ പ്രാപ്തി അസംഭവാത്. ഉപനിഷത്തിൽ ഇന്ദ്രവിരോചന സംവാദം, ഇന്ദ്രവിരോചന പ്രജാപതി സംവാദത്തിൽ ഛാന്തോഗ്യോപനിഷത്തിൽ അവസാനം പ്രജാപതി ഇന്ദ്രനെ ഉപദേശിക്കുമ്പോൾ പറയണതാണ്, അശരീരം വാവസന്തം ന പ്രിയാപ്രിയേ സ്പൃശത ന സശരീരസ്യ സതഃ പ്രിയാപ്രിയയോഹോ അപഹതിരസ്തി. ശരീരം ഞാനാണെന്ന് ധരിച്ചിരിക്കുന്നിടത്തോളം നമ്മൾക്ക് പ്രിയാപ്രിയം വിട്ടുപോകില്ല എന്നാണ്. ശരീരത്തിന് സുഖമായിട്ടുള്ളത് പ്രിയവും ശരീരത്തിന് ദുഃഖമായിട്ടുള്ളത് അപ്രിയവുമായി തീരുന്നത് നാച്ചുറലാണ്. അതില്ലാതാവാൻ പറ്റില്ല. എപ്പോഴാണോ ഒരാള് അശരീരിയായിട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ശരീരം താനല്ലെന്നിരിക്കുന്നത്, അപ്പൊ അവന് ഹർഷം ശോകം ഒക്കെ വിട്ടുപോയി. ന പ്രഹൃഷ്യേത് പ്രിയം. അതിനുള്ള ഒരു പ്രാക്ടീസായിട്ട് ഭഗവാൻ പറയാണ്, നമ്മൾ ദൈനംദിന ജീവിതത്തിലും പ്രിയമായിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ശരി അനുഭവിച്ചോളൂ, പക്ഷേ ന പ്രഹർഷം കുര്യാത്. ആ കിട്ടുന്നത് കിട്ടുമ്പോ തന്നെ അറിഞ്ഞോളാം, എപ്പോ വേണമെങ്കിൽ പോവാം. ന പ്രഹർഷ്യേത് പ്രിയം പ്രാപ്യ. പ്രിയമായി എന്തെങ്കിലും ഉണ്ടാവുമ്പോ ന പ്രഹർഷ്യേത്, ന പ്രഹർഷ്യേത് പ്രിയം പ്രാപ്യ നോദ്വിജേത് പ്രാപ്യ ച അപ്രിയം. ഇത്തിരി എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോ ചില ആളുകൾക്ക് വല്ലാതെ കൊട പിടിക്കും അല്ലെ. ഇത്തിരി പണം കിട്ടിക്കഴിഞ്ഞാൽ വല്ലാതെ അഹങ്കാരം ഉണ്ടാവും. അംബരീഷ ചരിത്രത്തിൽ ഭാഗവതത്തിൽ പറയുന്നു, അക്ഷയമായ വിത്തമുണ്ടായിരുന്നിട്ടും എടുത്താ തീരാത്ത പണം ഉണ്ടായിരുന്നിട്ടും അതൊക്കെ അംബരീഷൻ വ്യവഹരിച്ചു, രാജ്യകാര്യങ്ങളൊക്കെ ചെയ്തു, ഭംഗിയായിട്ടെല്ലാം ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോഴും ഇതൊക്കെ തന്നെ വെറും സ്വപ്നം പോലെയാണ്, നിലച്ചു നിൽക്കാത്ത വസ്തുക്കളാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് അത്ര വ്യവഹരിച്ചത്. അതുകൊണ്ട് അതൊന്നിലും പ്രിയം ഹർഷം ഒന്നും ഉണ്ടായിരുന്നില്ല. അല്പന് സ്വല്പം കിട്ടിയ എന്താ പറയാ, പാതിരയ്ക്ക് കൊട പിടിക്കുന്നതാണ്. രാമകൃഷ്ണ പരമഹംസര് പറഞ്ഞു, രാമകൃഷ്ണ പരമഹംസരുടെ ഒരു ശിഷ്യന് ഇത്തിരി പണം ഉണ്ടായപ്പോ വലിയ അഹങ്കാരം ഉണ്ടായി. അപ്പൊ അയാളെ കളിയാക്കിക്കൊണ്ട് രാമകൃഷ്ണദേവൻ പറഞ്ഞു ഒരു കഥ. ഒരു തവളയ്ക്ക് ഒരു 4 അണ കിട്ടിയത്ര ഒരിക്കലും. തവളയ്ക്ക് 4 അണയ്ക്ക് എന്ത് സംബന്ധം? തവള എന്ത് ചെയ്യും? എന്നാലും തവളയ്ക്ക് അഭിമാനം വന്നു എന്നാണ് 4 അണ കിട്ടിയപ്പോ. ആ 4 അണ കൊണ്ടുപോയിട്ട് അതിന്റെ പൊത്തിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് വളരെ ഗൗരവമായിട്ട് ഇടുപ്പിൽ കൈവച്ച് പൊത്തിന്റെ വെളിയിൽ വന്ന് ആരെങ്കിലും തന്നെ സല്യൂട്ട് അടിക്കാൻ വരുന്നുണ്ടോ എന്ന് നോക്കിയത്രയും. അപ്പോണ്ട് വലിയൊരു ആന നടന്നു വരണം. എന്നാ 4 അണ ഉള്ളിലുണ്ടല്ലോ, അപ്പൊ ആ 4 അണയ്ക്ക് തനിക്ക് സല്യൂട്ട് കിട്ടണം എന്നാണ്. അപ്പൊ ആന വരുമ്പോ തവളയെ ശ്രദ്ധിക്കാതെ പോയി ആന. തവളയ്ക്ക് ദേഷ്യം വന്നിട്ട് ചാടിപ്പോയിട്ട് ആനയെ ഒരു അടി കൊടുത്തു അത്രയും. ആനയ്ക്ക് അറിഞ്ഞതേ ഇല്ല. അതിന്റെ ഇടയിൽ കൂടിയാണ് ആന വാലുകൊണ്ട് ഇങ്ങനെ ഒരു തട്ട് തവളയെ ചവിട്ടിക്കൊണ്ട് ആന പോവുകയും ചെയ്തു. അപ്പോ ഒരു 4 അണ കിട്ടിയാൽ തവളയ്ക്ക് പോലും അഭിമാനം വരുന്നതാണ്. അപ്പോ സ്വല്പം കിട്ടിയാൽ മതി എന്നാണ് അഭിമാനം ഉണ്ടാവാൻ. അങ്ങനെ ഇരിക്കുമ്പോ ഇവിടെ ഭഗവാൻ പറയണത് ന പ്രഹർഷേത് പ്രിയം പ്രാപ്യ. എത്ര വലിയ സ്ഥാനം കിട്ടട്ടെ, എന്തൊക്കെ തന്നെ കിട്ടട്ടെ, അതില് വലിയ ഹർഷമൊന്നും വേണ്ട. ചില ആളുകളൊക്കെ അങ്ങനെ ഉണ്ട് ലോകത്തില്. നമ്മളിങ്ങനെയൊക്കെ ഇപ്പോ ഇത് ഫിലോസഫി ആയിട്ട് പറയണു, ചിലർക്ക് സഹജമാണത്. ചിലർ അത്ഭുതമായിട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ വളരെ ബഹുമാനം തോന്നും. ചില ആളുകളുണ്ട് ലോകത്തിൽ വലിയ വലിയ പൊസിഷനിലിരിക്കും, വലിയ വലിയ സ്ഥാനങ്ങളിലിരിക്കും, നാച്ചുറലായിട്ട് തന്നെ അവർ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആയി അല്ല, അഭിമാനരഹിതരാണ് അവര്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് ഒരു അസാമാന്യമായ പ്രഭാവം ഉണ്ടാവും.
അവരേത് സ്ഥാനത്തിലിരുന്നാലും അഭിമാനികളല്ലാതിരിക്കും. എന്തൊക്കെ തന്നെ വന്നാലും അവരതൊക്കെ സ്വീകരിച്ചുകൊള്ളും. പ്രിയമായ എന്തൊക്കെ കിട്ടിയാലും അവർ സ്വീകരിച്ചുകൊള്ളും. ന പ്രഹർഷേത് പ്രിയം പ്രാപ്യ ന ഉദ്വിജേത് പ്രാപ്യച്ച അപ്രിയം. പ്രിയം കിട്ടുമ്പോ ഒരാള് വളരെയധികം തുള്ളില്ലെങ്കിൽ അപ്രിയം കിട്ടുമ്പോൾ അയാൾക്ക് ദുഃഖം ഉണ്ടാവില്ല. പ്രിയവും അപ്രിയവും ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. എന്ത് സുഖം വരുമ്പോഴും നമുക്ക് അറിയാം കുറച്ചു കഴിഞ്ഞാൽ പോയി പോകും. ഈ ഒരു അറിവ് വെച്ചാൽ തന്നെ മതി. ഈ ഒരു അറിവ് വെച്ചുകൊണ്ട് ജീവിച്ചാൽ തന്നെ മതി. അധികം തുള്ളുവൊന്നും വേണ്ട, പോകും. നോദ്വിജേത് പ്രാപ്യചാപ്രിയം സ്ഥിരബുദ്ധി. സ്ഥിരബുദ്ധിയായിട്ടിരിക്കുക എന്നാണ്. സ്ഥിരബുദ്ധി സർവഭൂതേഷു ഏകഃ സമഃ നിർദോഷഃ ആത്മാ ഇതി സ്ഥിരാ നിർവിചികിത്സാ ബുദ്ധി യസ്യ സഹ സ്ഥിരബുദ്ധി. എല്ലാരിലും ഒരേ ആത്മവസ്തുവാണുള്ളത്. ആ വസ്തുവാണ് തന്നിലുമുള്ളത്. ആ ഭഗവാനാണ് തന്നിലുള്ളത്. പരമാത്മാവാണ് തന്നിലുള്ളത് എന്നുള്ള ദർശനത്തിൽ സ്ഥിരബുദ്ധി. അതുകൊണ്ട് തന്നെ നിത്യനിരന്തര ഭഗവത് ഭജനമാണ് അയാൾക്ക്. അതിലല്ലാതെ വേറെ ഒന്നിലും ശ്രദ്ധയില്ല. ലോകത്തിൽ അയാളെ ആരാധിച്ചാലും ശരി, നിന്ദിച്ചാലും ശരി, സാധുവി പൂജ്യമാനേവി പീഡ്യമാനേവി ദുർജനൈഹി സമഭാവോ ഭവേദ്യസ്യ സജീവൻ മുക്ത ലക്ഷണാണ്. പീഡിപ്പിക്കട്ടെ പൂജിക്കട്ടെ, നടുവില് അയാള് ഭഗവത് ഭജനത്തിൽ ഭക്തിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിത്യനിരന്തരമായി പരമാത്മ ഭജനത്തിൽ ഭഗവത് ഭജനത്തിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് അയാൾ അസമ്മൂഢ സമ്മോഹവർജിത സ്യാത് എന്നാണ്. ഒരു വിധത്തിലും അയാൾക്ക് മോഹമില്ല. അയാൾ മൂഢനല്ല. മോഹം എന്താണ്? ജഡവസ്തുക്കളൊക്കെ നിത്യമാണെന്ന് കരുതിയുള്ള ഭ്രമമാണ് മോഹം. ആ മോഹം അയാളെ ബാധിക്കണില്ല. ബ്രഹ്മവിത് ബ്രഹ്മണി സ്ഥിത. അയാൾ പ്രകൃതിസ്ഥിതനല്ല, ബ്രഹ്മസ്ഥിതനാണ്. പ്രകൃതിസ്ഥിതൻ സ്വസ്ഥനല്ല. പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സതസദ്യോനി ജന്മസു എന്ന് ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നു. പ്രകൃതിസ്ഥനായ പുരുഷൻ പ്രകൃതിയിലെ സത്വം രജസ് തമസ് എന്നുള്ള ഗുണങ്ങളെ ഭുജിച്ചുകൊണ്ട് ജന്മജന്മങ്ങളായി ചുറ്റിക്കൊണ്ടിരിക്കും. സ്വസ്ഥനായ പുരുഷൻ പ്രകൃതിയാൽ ബാധിക്കപ്പെടാതിരിക്കും. അതുകൊണ്ട് ഇയാൾ സ്വസ്ഥനാണ്, തന്നിലിരിക്കണവനാണ്. തന്നിലെ തന്നാലേ തന്നിലമർ തന്നയെ ഉണ്ണിട വേണ്ടും ഉണർ ഉള്ളേ എന്ന് രമണ ഭഗവാനോടടുത്ത് പാടി. തന്നിൽ തന്നെ കൊണ്ട് തന്നെ തന്റെ സ്വരൂപത്തിൽ ഒരു ചലനമില്ലാതെ ഇരിക്കുന്നവനാണ്. സ്ഥിരബുദ്ധി അസമ്മൂഢോ ബ്രഹ്മവിത് ബ്രഹ്മണി സ്ഥിത. അങ്ങനെയുള്ള ആള് സ്പർശമില്ലാത്തവനാണ്. തൊട്ടുകൂടായ്മ ഉണ്ട് അയാൾക്ക്. തൊട്ടുകൂടായ്മ ഐത്തം. എന്തിനോട് ഐത്തമാണെന്ന് വെച്ചാൽ തൊട്ടുകൂടായ്മ വേണമെന്നാണ് വേദാന്തം. എന്തിനെ തൊട്ടുകൂടായ്മ? തന്റെ തന്നെ ശരീരത്തിനെ തൊടാതെ നിൽക്കുകയാണ്. തന്റെ തന്നെ പേഴ്സണാലിറ്റിയെ തൊടാതെ നിൽക്കുകയാണ്. അവൻ അസ്പർശയോഗിയാണ്. ആ ശരീരം താനാണെന്ന് അകമയ്ക്ക് സ്പർശമില്ലാതിരിക്കുകയാണ് അവൻ. അപ്പൊ പിന്നെ അവന് ബാഹ്യശരീരം മറ്റ് ശരീരസ്പർശങ്ങളൊന്നും അയാൾക്ക് ദോഷം വരില്ല. തന്റെ ശരീരത്തിനോടെ അയാൾക്ക് സ്പർശമില്ല. ആ സ്പർശയോഗം ചില കുടുക്കയിലുള്ള പോലെ കൊട്ടത്തേങ്ങയായി കഴിഞ്ഞാലേ കുലുക്കി കഴിഞ്ഞാൽ ഉള്ളില് കൊടുകൊടൂന്ന് ശബ്ദം കേൾക്കും. അതുപോലെ ഇയാള് കുലിക്കാലും ശബ്ദം വരും. എന്താ? ഉള്ളിൽ വിട്ടുകഴിഞ്ഞു എന്നർത്ഥം. ഉർവാരുകമിവ ബന്ധനാത്. അങ്ങനെയുള്ള ആളെ കുറിച്ചാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത്. നോക്ക, ബാഹ്യസ്പർശേഷ്വസക്താത്മാം വിന്ദത്യാത്മനി യത്സുഖം സബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ. അക്ഷയം സുഖം അശ്നുതേ. ക്ഷയമില്ലാത്ത സുഖത്തിനെ അവൻ അനുഭവിക്കുന്നു. സുഖമക്ഷയമശ്നുതേ. എന്താണ് അക്ഷയം സുഖം അനുഭവിക്കുന്നത്? സുഖം എല്ലാരിലും ഉണ്ട് അല്ലെ? സുഖമില്ലാത്തവരാരാ? എല്ലാവരുടെ ഉള്ളിലും സുഖമുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കണു പായസത്തിലാണ് സുഖം, ഭർത്താവിലാണ് സുഖം, ഭാര്യയിലാണ് സുഖം, കുട്ടിയിലാണ് സുഖം, പേര് പ്രസിദ്ധിയിലാണ് സുഖം എന്നൊക്കെ വിചാരിക്കണം. ആ വസ്തുക്കളൊക്കെ സുഖം തരുന്നുണ്ട് വാസ്തവം. ആ വസ്തുക്കളെ ഒരു കാരണമായി വെച്ചുകൊണ്ട് സുഖം എവിടെയാണ് ഉണ്ടാവണത്?
എന്നിലാണ്. സുഖം അനുഭവിക്കുന്നത്, സുഖം ഊറി വരുന്നത് എന്റെ ഉള്ളിൽ നിന്നാണല്ലോ. അപ്പൊ സുഖം എല്ലാവരിലുണ്ട്. പക്ഷെ ക്ഷയം സുഖം, ആ സുഖമൊക്കെ തന്നെ ബയോളജിക്കൽ ജോയ്, psychological joy, intellectual joy, all these things, all these joys get exhausted. There is a source of inexhaustible joy. Biological energy, bioenergy, psychic energy, ഇതൊക്കെ ഡിപ്ലീറ്റ് ആയി പോകും, തീർന്നു പോകും. തീർന്നു പോവാത്ത ഒരു ഊർജത്തിന്റെ ഉറവിടമാണ് അവ്യയം എന്ന് പറയണത് ഭഗവാൻ. ആ അവ്യയത്തിന് ഇയാൾ എപ്പോ സംബന്ധപ്പെടുന്നു? ബാഹ്യസ്പർശേഷു അസക്താത്മാ വിന്ദതി ആത്മനി യത് സുഖം. ബാഹ്യസ്പർശങ്ങളിൽ, സ്പർശം എന്ന് വെച്ചാൽ കോണ്ടാക്ട്, സ്പൃശ്യന്തേ ഇതി സ്പർശാഹ ഇന്ദ്രിയ വിഷയാഹ, വിഷയങ്ങളോടൊക്കെ തന്നെ എല്ലാത്തിനും നടുവിലിരിക്കുമ്പോഴും അസക്ത ആത്മാ അന്തഃകരണം യസ്യ അയം അസക്താത്മാ, മനസ്സുകൊണ്ട് വിഷയങ്ങളോട് സംബന്ധപ്പെട്ട് വിഷയങ്ങളെ സങ്കല്പിച്ച് വിചാരം ചെയ്ത് അത് വേണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെയൊന്നും ചെയ്യാത്ത ആളും. വിഷയങ്ങളെ ധ്യാനിച്ചാൽ വേണമെന്ന് തോന്നും, കിട്ടിയിട്ടില്ലെങ്കിൽ കോപം വരും, കോപം ബുദ്ധിഭ്രമുണ്ടാക്കും, പതുക്കെ ഉള്ളിലുള്ള ശാന്തി നഷ്ടപ്പെടും. ഭഗവാൻ ഇതൊക്കെ 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ധ്യായത്തോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായത്തെ സംഗാത് സഞ്ജായത്തെ കാമഃ കാമാത് ക്രോധോപിജായത്തെ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പതുക്കെ 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 ചോട്ടിൽ വന്ന് ഡണ്ടൻ ഡടണ്ടൻ ഡടരണ്ട ഡണ്ടൻ കേട്ടുണ്ടോ? കാളിദാസൻ എഴുതിയൊരു ശ്ലോകമാണത്. രാജാവ് വെറുതെ പദപ്രശ്നം കൊടുത്തു, ലാസ്റ്റ് ലൈൻ മാത്രം കൊടുത്തു, ഡണ്ടൻ ഡടണ്ടൻ ഡടരണ്ട ഡണ്ടൻ. ബാക്കി 3 ലൈൻ എഴുതണം. കാളിദാസൻ എഴുതിയെന്നാണ്. കാളിദാസൻ എങ്ങനെയാ എഴുതുകയെന്ന് ആലോചിച്ച് നടക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു സ്വർണ്ണ കുടമൊക്കെ എടുത്തിട്ട് കുളത്തിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പടിപടിയായി മുകളിൽ കയറി. മുകളിലെത്തിയപ്പോൾ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് കുടം കൈതെറ്റിട്ട് ചോട്ടിൽ വിടും. അത് മുഴുവൻ ഒരു ശ്ലോകമാക്കി. രാജ്യാഭിഷേകേ മദവിഹ്വലായാഹ ഹസ്തച്യുതോ ഹേമഘടഃ തരുണ്യഃ സോപാനമാസാദ്യ കരോതി ശബ്ദം ഡണ്ടൻ ഡടണ്ടൻ ഡടരണ്ട ഡണ്ടൻ. മുകളിൽ നിന്ന് ചുവട്ടിലെ പടപടാന്ന് വീഴും. അപ്പൊ എങ്ങനെയാ? അപ്പോ സുഖം പുറം വിഷയങ്ങളിലാണെന്ന് കരുതുമ്പോ അത് തീർന്നു പോകുന്നു. അക്ഷയം സുഖം എന്നാണ് അവിടെ ഭഗവാൻ പറഞ്ഞത്. തീരാത്ത സുഖം. അത് എപ്പോ വരുന്നു എന്ന് വെച്ചാൽ വിഷയങ്ങളെ സങ്കല്പിക്കാതെ മനസ്സ് അന്തർമുഖമാവുന്നു, ബുദ്ധി അതിൽ സ്ഥിരമാവുന്നു, താൻ ആത്മാവാണെന്ന് അറിയുന്നു, അതിൽ തന്നെ നിഷ്ഠനായിത്തീരുന്നു. അങ്ങനെയൊക്കെ ആത്മാവിൽ തന്നെ അവൻ രമിച്ചുകൊണ്ടിരിക്കുന്നു, സദാ ആത്മധ്യാന നിരതനായിട്ടിരിക്കുന്നുവോ, വിഷയങ്ങളിൽ നിന്നും പരാമുഖനായിട്ടിരിക്കുന്നുവോ, അങ്ങനെയുള്ളവൻ ബ്രഹ്മയോഗത്തിൽ ഇരിക്കുന്നവനാണ്. അതിന് ബ്രഹ്മയോഗം എന്ന് ഭഗവാൻ പേര് പറഞ്ഞു. ബ്രഹ്മയോഗം എന്ന് വെച്ചാൽ ബ്രഹ്മത്തിൽ ചേർച്ചയോടെ ഇരിക്കുന്നവൻ, താൻ തന്നിൽ തന്നെ ഇരിക്കുന്നവൻ. ബ്രഹ്മത്തിനോട് ചേരേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളതാണ്. വിഷയങ്ങളോടുള്ള സംഘം വിട്ടാൽ മതി, ശരീരാദികളോടുള്ള സംഘം വിട്ടാൽ അത് പ്രകാശിക്കും. ബ്രഹ്മയോഗയുക്താത്മാ അക്ഷയം സുഖം അശ്നുതേ. എടുത്താ തീരാത്ത സുഖം. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഉറവിടം അവിടെയുണ്ട്. ഒരു കുമിള മേലെ വരികയും സമുദ്രത്തിന്റെ മേലെ നർത്തനം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ കുമിള അല്പമാണ്. ആ കുമിള പൊട്ടി സമുദ്രത്തിൽ വീണാലോ അനന്തമായി, അല്ലേ? അതേപോലെ ഞാൻ എന്ന വ്യക്തിത്വം നിന്നുകൊണ്ട് സുഖം അനുഭവിക്കുന്നവരെ അല്പമാണ്. ആ വ്യക്തിത്വം അതിന്റെ മൂലത്തിലേക്ക് വീണ് കഴിയുമ്പോ അവിടെ ഭൂമാവാണ്. ഭൂമാവൈ സുഖം ന അല്പേ സുഖമസ്തി. അതാണ് അക്ഷയം സുഖം എന്ന് പറഞ്ഞാൽ ഭൂമ എന്നർത്ഥം, അനന്തം എന്നർത്ഥം. ആ അനന്തത്തിൽ അന്യമായിട്ടൊന്നുമില്ല, രണ്ടാമതൊരു വസ്തുവില്ല. എത്ര ന അന്യത് പശ്യതി ന അന്യത് ശൃണോതി ന അന്യത് വിജാനാതി സ ഭൂമ. എത്ര അന്യത് പശ്യതി അന്യത് ശൃണോതി അന്യത് വിജാനാതി തദൽപ്പം. ഭൂമാവൈ സുഖം ന അല്പേ സുഖമസ്തി എന്നൊക്കെ നാരദ മഹർഷിക്ക് സനത് കുമാരൻ ചാന്തോഗ്യോപനിഷത്തിൽ ഉപദേശിച്ചതിനെയാണ് ശ്രീനാരദ മഹർഷി ഭക്തിമാർഗമായി
സൂത്രിച്ചു വെക്കുകയും നാരദൻ ഭക്തിമാർഗമായി സൂത്രിച്ചു വെച്ചതിനെ വ്യാസഭഗവാൻ ഭാഗവതമായി വികസിപ്പിക്കുകയും ചെയ്തത് കഥയൊക്കെ പറഞ്ഞ് വികസിപ്പിച്ച് പടിപ്പടിയായി ചുവട്ടിൽ നമ്മളിൽ അടുത്തേക്ക് വരുമ്പോഴേക്കും അതൊക്കെ വേറെ എന്തൊക്കെയോ രൂപത്തിലായി. അപ്പോ അക്ഷയസുഖത്തിനെ തരുന്നതായ ഭൂമാവിദ്യ, ആ ഭൂമാവിദ്യയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് സുഖമക്ഷയം അശ്നുതേ. തസ്മാത് ബാഹ്യവിഷയപ്രീതേ ക്ഷണികായാ ഇന്ദ്രിയാണി നിവർത്തയേത് ആത്മനി അക്ഷയസുഖാർത്ഥി ഇത്യർത്ഥ. അക്ഷയമായ ആത്മസുഖത്തിനെ അനുഭവിക്കാൻ ആഗ്രഹമുള്ള സാധകൻ, ജിജ്ഞാസു അഥവാ ഭക്തൻ, വെളിയിൽ നിന്നും മനസ്സന്തർമുഖപ്പെടുത്തി ആത്മാവിൽ നിർത്തി പരിശീലിക്കണം. അല്ലെങ്കിൽ ഭഗവത് ഭജനം ചെയ്ത് പരിശീലിക്കണം. ഭഗവാൻ അഖണ്ഡാകാര സ്വരൂപനാണല്ലോ, അനന്തനാണല്ലോ. അപ്പോ ഭഗവത് ഭക്തി ചെയ്ത് പരിശീലിക്കണം, ഭജനം ചെയ്ത് പരിശീലിക്കണം. ഭജനത്തിൽ രസം കണ്ടെത്തി നമ്മളെ ഭഗവാന് അർപ്പിച്ചുകൊണ്ടേയിരിക്കണം, ശരണാഗതി ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് സുഖമക്ഷയം അശ്നുതേ. അടുത്ത ശ്ലോകം. അങ്ങനെയല്ലാതെ ഒരു വിഷയത്തിനെ സമ്പർക്കപ്പെട്ട് സുഖമനുഭവിക്കുക എന്നുള്ള ലൗകികമായ സാധാരണ പ്രക്രിയ, അതിൽ ദുഃഖം കുടിയിരിക്കുന്നു. ആ വസ്തു കിട്ടുമ്പോ സുഖം, വസ്തു പോകുമ്പോ ദുഃഖം. വസ്തുവിനെ തന്നെ നിരന്തരം അനുഭവിക്കാൻ പറ്റില്ല, കുറച്ചു കഴിഞ്ഞാൽ ദുഃഖം. അതെല്ലാത്തിന്റെയും സ്വഭാവമാണ്. അതാണ് ഭഗവാൻ ഇവിടെ പറയണത്. അടുത്ത ശ്ലോകം നോക്കൂ. ഏഹി സംസ്പർശജാ ഭോഗാ ദുഃഖയോനയേവ തേ ആദ്യന്തവന്തഃ കൗന്തേയ ന തേഷു രമതേ ബുധഃ. ഏഹി സംസ്പർശജാഃ ഭോഗാഃ. സംസ്പർശം കൊണ്ട്, കോണ്ടാക്ട് കൊണ്ട്, ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും കൂടിയുള്ള സമ്പർക്കം കൊണ്ട് ഉണ്ടാവുന്ന സുഖം ദുഃഖയോനയ. ആ സുഖത്തിന് പുറകിൽ ദുഃഖമുണ്ടെന്നാണ്. ദുഃഖത്തിനെ പിന്നീട് പ്രസവിക്കുമത്. മാത്രമല്ല ആദ്യന്തവന്ത, അതിന് ആദിയുമുണ്ട് അന്തവുമുണ്ട്. ആ സുഖം ഇല്ലാത്ത ഒരു കാലമുണ്ട്, ആ സുഖം തുടങ്ങുന്ന ഒരു കാലമുണ്ട്, അത് അസ്തമിച്ച് ഇല്ലാതാവുന്ന ഒരു കാലമുണ്ട്. അതുകൊണ്ട് അറിവുള്ളവൻ നതേഷു രമതേ ബുധ. ബുധനായിട്ടുള്ളവൻ, അറിവുള്ളവൻ അതിൽ പോയി രമിക്കില്ല. അത് രമിക്കില്ല എന്ന് വെച്ചാൽ എന്താർത്ഥം? പ്രാരബ്ധം കൊണ്ട് അയാളുടെ മുമ്പിൽ അത്തരം സുഖവസ്തുക്കളും വിഷയങ്ങളും ഒക്കെ വന്നാലും അയാൾ അതിൽ ഒട്ടി നിൽക്കില്ല. അത് വരും പോകും. അത് കഴിഞ്ഞു. അത് അയാളെ ഒരു വിധത്തിലും അയാൾ ഒരു വെള്ളത്തിൽ ചിത്രം വരയ്ക്കാൻ പറ്റാത്തത് മാതിരി ഈ വിഷയങ്ങളെ അനുഭവിക്കുന്നതൊന്നും തന്നെ അയാളുടെ ചിത്തത്തിൽ ഒരു സുഖ സംസ്കാരത്തിനെ, സുഖവാസനയെ ഉണ്ടാക്കില്ല. അത് വളരെ നന്നായിരുന്നു, ഇനിയും കിട്ടിയാ വേണ്ടില്ല എന്ന് അയാൾക്ക് ഇല്ല. അതുകൊണ്ടാണ് നതേഷു രമതേ ബുധ എന്ന്. നമുക്ക് കഴിഞ്ഞു പോയി, ഇതൊന്നും കാര്യമില്ല. നിത്യമായ ശാന്തിയാണ് വേണ്ടത് എന്ന് ആര് തീരുമാനിക്കുന്നു? അയാൾക്ക് യൗവനത്തിലേ അത് കിട്ടുകയുള്ളൂ എന്നൊന്നുമില്ല. നമ്മള് ലോകത്തിൽ സാധാരണ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കിട്ടുന്ന സുഖങ്ങളൊക്കെ യൗവനത്തോടെ കഴിഞ്ഞു. നേരെ മറിച്ച് ഈ സുഖം, ഭൂമാവിലുള്ള സുഖം, അനന്തത്തിലുള്ള സുഖം, ഭഗവത് ഭക്തിയിലുള്ള സുഖം നിത്യനിരന്തരമാണ്. അതിനർത്ഥം യൗവനത്തിൽ ഇയാൾക്ക് ധാർമ്മികമായി വിധിച്ചു കിട്ടിയിട്ടുള്ള ധാർമ്മികമായ ജീവിതത്തിലുള്ള സുഖത്തിനെ അനുഭവിക്കേണ്ടെന്ന് പറയണില്ല. അതിനെ അനുഭവിക്കാതിരിക്കാനും പറ്റില്ല. കാരണം അത് പ്രാരബ്ധമാണ്, ഇയാളുടെ മുമ്പിൽ വരണതാണ്. അതിനെ ധാർമ്മികമായി, ധാർമ്മികം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവിടെയൊക്കെ ചോദ്യം വരും. ധാർമ്മികം എന്ന് പറഞ്ഞാൽ എന്റെ ഇഷ്ടം എന്നാണോ അർത്ഥം? അല്ല ധർമ്മം വല്ല പുസ്തകത്തിൽ എഴുതി വെച്ചു, അങ്ങനെയല്ല. ധാർമ്മികമായി എന്ന് വെച്ചാൽ എങ്ങനെ അതിനെ അനുഭവിച്ചാൽ അത് എന്റെ ഉള്ളിൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി നാളെ വീണ്ടും ഈ സുഖം വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടാക്കില്ലയോ, എങ്ങനെ അത് എന്നെ കടന്നു പോകുമ്പോ അത് കഴിഞ്ഞുപോയി എന്ന് അതിനെ ഓർത്ത് ദുഃഖം ഉണ്ടാവുകയില്ലയോ, ആ രീതിയിൽ രാഗദ്വേഷമില്ലാതെ അനുഭവിച്ച് അത് അതിന്റെ പാട്ടിൽ പോട്ടെ. സുഖം മാത്രമല്ല ദുഃഖവും അതുപോലെ അങ്ങോട്ട് തീർന്നു പോവുകയാണെങ്കിൽ അത് ധർമ്മം എന്ന് പേരും. അതാണ് ധർമ്മത്തിന് വ്യാഖ്യാനം. രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്വരൻ. ഭഗവാൻ തന്നെ പറയുന്നു, ലോകത്തിൽ വിഷയസുഖങ്ങളിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ഭഗവാൻ അറിയാം.
വിഷയസുഖം എന്ന് വെച്ചാൽ ശരീരം എടുത്തപ്പോ ഊണ് കഴിക്കണ്ടല്ലോ, വിഷയസുഖമാണ്. നാവിന് വിഷയമാണല്ലോ ഊണ്. അപ്പൊ അതൊക്കെ ശരീര നിർവഹണത്തിനുള്ള വേണ്ടതൊക്കെ വേണം. അപ്പൊ ശരീര നിർവഹണത്തിനുള്ള വസ്തുക്കളൊക്കെ വരുമ്പോഴും ഇയാൾക്ക് അതിലൊന്നിലും അറ്റാച്ച്മെന്റ് ഇല്ല. എല്ലാം വ്യവഹരിക്കുന്നു അല്ലാതെ ആശ്രയിക്കണില്ല. ആരോഗ്യത്തിൽ പോലും അറ്റാച്ച്മെന്റ് ഇല്ല. ആരോഗ്യം ഉള്ളപ്പോ വ്യവഹരിക്കണം. ആരോഗ്യം ഇല്ലാതായാൽ ശരി, അതാണ് ഭഗവാന്റെ ഇച്ഛ. ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അത് ഇല്ലാതായാൽ അതിനെ വിടുന്നതല്ല, അതിനെ നന്നാക്കാൻ പറ്റുമൊക്കെ ശ്രമിച്ചു നോക്കും. പക്ഷെ ആശ്രയമില്ല. നന്നായിട്ടില്ലെങ്കിൽ ശരി, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ മുഖ്യസ്ഥിതി ദേഹത്തിലോ ഈ വിഷയങ്ങളിലോ ഈ സുഖത്തിലോ ഒന്നുമല്ല. അതിനു പുറകിലുള്ള ശാന്തിയെ കണ്ടെത്തിയ ആൾക്ക് വിഷയം വരുമ്പോ വരണു, പോകുമ്പോ പോകുന്നു, അയാളുടെ സ്ഥിതി ശാന്തിയിലാണ്. നതേഷു രമതേ ബുധഃ, ആ വിഷയത്തിൽ അയാൾ രമിച്ചു നിൽക്കണില്ല. അത് ദുഃഖമാണെന്ന് അയാൾക്കറിയാം. നതേഷു രമതേ ബുധഃ എന്ന് വെച്ചാൽ സന്യാസം എടുത്തുകൊണ്ട് ഓടിപ്പോകുന്നു എന്ന് അർത്ഥം പറയാൻ പാടില്ല. കാരണം ഇയാളുടെ ഉള്ളിലുള്ള വാസന തീരുകയും വേണം. വാസന തീരാനായി ഇയാൾ ആഗ്രഹിച്ചുകൊണ്ട് വിഷയങ്ങളെ അനുഭവിച്ചാൽ ഇയാളിൽ വാസന പ്രബലമായി കൂടും. അപ്പോ രാഗദ്വേഷങ്ങളില്ലാതെ സമത്വം ശീലിച്ച് യോഗത്തിലിരുന്നു കൊണ്ട് ലോകത്തിൽ ജീവിക്കാം. അപ്പൊ എന്താവും? വാസനാക്ഷയം ഉണ്ടാവുകയും മനോനാശമുണ്ടാവുകയും സ്വരൂപജ്ഞാനാഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോ ഇയാള് ബാഹ്യസ്പർശേഷു അസക്താത്മ വിന്ദതി ആത്മനി സുഖം. പതുക്കെ പതുക്കെ ആത്മാവിന്റെ സുഖത്തിനെ അനുഭവിച്ചു തുടങ്ങും. വിഷയസുഖത്തിൽ രമിക്കുന്നവൻ, അതിൽ ആസ്വദിക്കുന്നവൻ, അതിൽ സുഖമുണ്ടെന്ന് കരുതി സ്വപ്നം കാണുന്നവൻ, കവിത എഴുതുന്നവൻ, അവൻ ഒരിക്കലും അതിന്റെ പിടിയിൽ നിന്ന് പുറത്തു വരില്ല. ചില ആളുകൾ ഭക്തന്മാരാണെന്നൊക്കെ പറയും, പക്ഷെ അവർ കൃഷ്ണൻ പറഞ്ഞാൽ പോലും ഈ കാര്യങ്ങളൊന്നും സമ്മതിക്കില്ല. കൃഷ്ണനെ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ചിലതൊക്കെ ഞങ്ങളുടെ സുഖത്തിന് വേണ്ടി 4 പാട്ട് എഴുതും എന്നല്ലാതെ കൃഷ്ണൻ പറഞ്ഞ ഗീതയൊന്നും സമ്മതിക്കില്ല. ഗീതയെ അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് പ്രയോജനം ഉണ്ടാവും. ഭഗവാൻ പറയണത് അതുകൊണ്ട് ദുഃഖയോനയേവത്തെ, ഈ വിഷയസുഖങ്ങളിൽ ദുഃഖയോനികളാണത്. അതിൽ ദുഃഖമുണ്ടെന്ന് അറിഞ്ഞുകൊള്ളുക. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളും തമ്മിൽ സംബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അനുഭവിക്കും തോറും ഒരു വിഷയസുഖവും അങ്ങനെയില്ല അനുഭവിക്കുന്ന ഇന്ദ്രിയത്തിനെ കേടുവരുത്താത്തതായിട്ട്. അനുഭവിക്കും തോറും, വിഷയങ്ങളെ അനുഭവിക്കും തോറും ഇന്ദ്രിയങ്ങളും കേടുവന്നു പോവും, ഇയാളുടെ ഊർജവും ക്ഷയിച്ചു പോവും, ഇയാളുടെ ശ്രദ്ധാശക്തിയും പോയി പോകും. അതുകൊണ്ട് ദുഃഖയോനികളാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ രമിച്ച് നിൽക്കാതെ, അതിൽ ആസക്തനായിട്ട് നിൽക്കാതെ ഭഗവത് ഭജനം ചെയ്യുക. ആദ്യന്തവന്ത കൗന്തേയ, ഇതിന് ആദിയുമുണ്ട് അന്തമുണ്ട്. ഭഗവാൻ ആദിയുമില്ല അന്തവുമല്ല, നിത്യവസ്തു. അതുകൊണ്ട് നിത്യവസ്തുവിനെ പിടിച്ചുകൊണ്ട്, രാമകൃഷ്ണ പരമഹംസർ ഒരു എക്സാമ്പിൾ പറയും. കുട്ടികളൊക്കെ കളിക്കുമ്പോൾ തൂണിനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റില്ലേ, വെറുതെ ചുറ്റിയാൽ ചിലപ്പോൾ ചവിട്ടിൽ വീഴും. അപ്പൊ തൂണിനെ പിടിച്ചുകൊണ്ട് ചുറ്റണ പോലെ നിത്യവസ്തുവായ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് അനിത്യ ലോകത്തിൽ വ്യവഹാരം ചെയ്യാന്ന്. ഒന്നും കുഴപ്പമില്ല, ഒന്നും വ്യവഹരിക്കേണ്ടെന്നേ പറഞ്ഞില്ല. അതാണ് ഭാഗവത ധർമ്മം. ആദ്യന്തവന്ത കൗന്തേയ യഥാ ഇഹ ലോകേ തഥാ പരലോകേപീതി ഗമ്യത്തെ ഏവ ശബ്ദാത്. ഏവ എന്ന് പറഞ്ഞതുകൊണ്ട്, ദുഃഖയോനയെ ഏവ എന്ന് പറഞ്ഞതുകൊണ്ട് ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറയാണ്, ഈ ലോകത്തിൽ മാത്രമല്ല ഇനി പരലോകത്തിലെ സുഖം അനുഭവിക്കാൻ പോയാൽ ഇത് തന്നെ കണ്ടീഷൻ എന്നാണ്. ഈ ഇസ്ലാം മതത്തിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ, ഇവിടെ റംസാന് നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ മുകളിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് സുഖിക്കാൻ വേണ്ട വസ്തുക്കളൊക്കെ ധാരാളം സ്വർഗത്തിലെ പൂന്തോട്ടങ്ങളും മധുലഹരി പദാർത്ഥങ്ങളും ഒക്കെ ഇങ്ങനെ ഒഴുകും. ഡാൻസ് പാട്ടും ഒക്കെ അവിടെയൊക്കെ നമുക്കൊക്കെ അവിടെ പോയി അനുഭവിക്കാമെന്നാണ്. അപ്പോൾ പലപ്പോഴും ഇവിടെ വേണ്ട വെക്കണത് പോലെ അവിടെ പോയി അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും ഇവിടെ വേണ്ടാന്നൊന്നും വെക്കില്ല അവർ. അപ്പോ പരലോകത്തിൽ പോയി സുഖം അനുഭവിക്കുമ്പോൾ ആ സുഖത്തിലും ഇത് തന്നെ സ്ഥിതി. പരത്രാപി ന സംസാരേ സുഖസ്യ ഗന്ധമാത്രമപി അസ്തീതി ബുദ്ധ്വാ വിഷയമൃഗതൃഷ്ണികായാഹ ഇന്ദ്രിയാണി നിവർത്തയേത്.
വിഷയ മൃഗതൃഷ്ണിക എന്നാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത്. മൃഗതൃഷ്ണിക എന്ന് വെച്ചാൽ ദൂരത്ത് പോയി വെള്ളം കാണും മരുഭൂമിയിൽ. നല്ല ദാഹമുണ്ട്, നമുക്ക് നല്ല ദാഹമുണ്ട്, ദൂരത്ത് മരുഭൂമിയിൽ നദി ഒഴുകുന്നത് കാണുന്നു. ഓടിച്ചെന്നിട്ട് വെള്ളം കുടിക്കാമെന്ന് പോകുമ്പോ വെള്ളമില്ല അവിടെ. ലോകത്തിലെല്ലാം അങ്ങനെയാ. ബെസ്റ്റ് എക്സാമ്പിളാണത്. ലൗകിക ജീവിതത്തിൽ നമ്മൾ ഇത്ര കാലം അനുഭവിച്ച വിഷയങ്ങളെയൊക്കെ ആലോചിച്ച് നോക്കിയാൽ കാണാം, പലതിനും വേണ്ടി ഓടി അവിടെ ചെന്ന് നോക്കുമ്പോ അതുകൊണ്ട് ദാഹമൊന്നും തീരണില്ല, പിന്നെയും ദാഹിക്കുകയാണ്, പിന്നെയും ദൂരത്തില് കാണുകയാണ്, ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. മൃഗതൃഷ്ണയാണ്. മാന് ഓടും അത്രേ മരുഭൂമിയിൽ ഇങ്ങനെ വെള്ളം കണ്ടിട്ട്. അതുപോലെ ഓടിക്കൊണ്ടേയിരിക്കണം. നാളെ 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 ഇത് അവിടെ കിട്ടും, അവിടെ കിട്ടും, അതിൽ കിട്ടും, ഇതിൽ കിട്ടും എന്ന് പറഞ്ഞ് ഓടി അവിടെ ചെല്ലുമ്പോഴേക്കും തളർന്നു. അവിടെ നോക്കുമ്പോ വെള്ളമില്ല. എല്ലാ വസ്തുക്കളും അങ്ങനെയാണ്. ദൂരത്തുനിന്ന് അടുത്ത് ചെന്ന് നോക്കുമ്പോ അപ്പൊ വെള്ളമില്ല എന്ന് കണ്ട ആള് പിന്നെ ഓടുവോ? ദാഹമൊക്കെ ഉണ്ട് അയാൾക്കും. ദാഹമുള്ള ആൾ എന്ത് ചെയ്യണം? മരുഭൂമിയിലാണെങ്കിൽ ഒരു വഴിയേ അയാൾക്കുള്ളൂ, നിൽക്കുന്നിടത്ത് നിന്ന് കുഴിക്കുക. ചിലപ്പോ ഒരു 10,000 അടി പോയാലായിരിക്കും വെള്ളം കിട്ടുക. എന്നാലും വേറെ വഴിയില്ല. ആ മരുഭൂമിയിൽ ആ മൃഗതൃഷ്ണിക വെള്ളം കുടിച്ചിട്ട് ദാഹം തീരില്ല. ഒത്തിരി മെനക്കെട്ടായാലും നിൽക്കുന്ന സ്ഥലത്ത് ആഴത്ത് പോയാൽ വെള്ളം കിട്ടും, കുഴിക്കാണ്, വേറെ വഴിയില്ല. അപ്പൊ തന്നിൽ വേണം ആ സുഖത്തിനെ കണ്ടെത്താൻ. ഈ നമ്മൾക്കുള്ള അശാന്തി, ലോകത്തിലുള്ള സാധനങ്ങളൊക്കെ അതിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് അത് തീരില്ല. തീർക്കാൻ പറ്റില്ല. അത് തീർക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ കാലത്തിലത്തെ നമ്മൾക്ക് പരമ്പരയിലെ ഋഷികൾ കൊണ്ടുവന്ന് തന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വിട്ട് സുഖം പണത്തിലാണെന്ന് കരുതി ഇവിടുന്ന് പലരും പുറപ്പെട്ട പല സ്ഥലങ്ങളിലേക്കും പോണുണ്ട്. അവിടെയൊക്കെ ചെന്നിട്ട് നോക്കുമ്പോ നമ്മൾ തെരഞ്ഞ സാധനം ഇവിടെയില്ല. പാശ്ചാത്യ ദിക്കിലും പല സ്ഥലങ്ങളിലും പോയിട്ട് പലതിനുമായിട്ട് ജോലികളിലൊക്കെ സമ്പാദിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറെ കഴിയുമ്പോ എന്താ ചെയ്യണത്? സുഖം കിട്ടിയിട്ടാണോ? ഒന്നുമല്ല, ആ ദുഃഖത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുകയാണ്, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോ ഇതിലൊന്നും കൂടുതലൊന്നും നമുക്കൊന്നും കിട്ടാൻ പോണില്ല. തൽക്കാലം ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. ചിലർക്ക് ഇത് ദുഃഖമാണെന്ന് അറിയണ്ട, പക്ഷെ വിടാൻ പറ്റണില്ല. കമ്പിളിക്കട്ടം. ഒരാള് നദിയിൽ കണ്ടു, ഒരു കമ്പിളി ഒഴുകി പോകുന്നു, ചാടി കയറി പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിലവിളിക്കുകയാണ്. അവിടുന്ന് വെള്ളത്തിൽ മുങ്ങണു പൊങ്ങണു നിലവിളിക്കണു. കരയിൽ നിൽക്കണവരോട് പറഞ്ഞു എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു നീയല്ലേ പോയി പിടിച്ചത്, വിട്ടിട്ട് വരുമോ? ഞാൻ അപ്പോഴേ വിട്ടു കഴിഞ്ഞു, അതെന്നെ വിടണില്ല എന്നാണ്. അതൊരു കരടിയായിരുന്നു അത്രയും. അതാണ് വിട്ടാലും വിടണില്ല കമ്പിളിക്കട്ടം എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. അങ്ങോട്ട് കയറി പിടിച്ചപ്പോ പിന്നെ അത് ഇങ്ങോട്ട് പിടിച്ചു, പിന്നെ വിടണില്ല അത്. അതുപോലെയാണ് നമുക്ക് ഇവിടുത്തെ ഓരോ സാധനങ്ങളും. പിന്നെ ഒരു അഭിമാനം, അഹങ്കാരം മനുഷ്യന് എവിടെയാ വരാത്തത്? കപില ഭഗവാൻ ഭാഗവതത്തിൽ പറഞ്ഞു, നരകത്തിലാണെങ്കിലും അവിടെ അയാളൊരു മുനിസിപ്പാലിറ്റിയും ഇലക്ഷനും ഒക്കെ വെച്ച് അതിലൊരു പ്രസിഡന്റായിട്ടൊക്കെ ഇരുന്നിട്ട് അഭിമാനിച്ചിട്ട് ഞാൻ എന്നെ പോലെ സന്തോഷമായിട്ട് ആരും ഇല്ല എന്ന് പറഞ്ഞ് നടക്കും അത്രേ. നാരക്യാമപി എന്ന് കപിലൻ പറയാണ്. പോയി നോക്കിയാൽ കാണാം നമുക്ക്. ചിലപ്പോ അവിടെയും മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് പ്രസിഡന്റ്, ഇലക്ഷൻ, മന്ത്രിസഭ ഒക്കെ ഉണ്ടാവും. അതിലും ആളുകൾ വലിയ ആളുകളായിട്ടൊക്കെ നടക്കും, എല്ലാം ചെയ്യും. നരകത്തിലും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് അവർ സുഖിക്കുന്നു എന്നും സുഖം കണ്ടെത്തിയെന്നും അർത്ഥമല്ല. ഇപ്പോ ലോകത്തിലെ ഏറ്റവും സുഖമായിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഇട്ടിട്ട് ഞാൻ ബോംബെയിൽ ഇരിക്കുമ്പോൾ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. വിചിത്രമാണ്. എല്ലാവരും ഇപ്പൊ അമേരിക്കയിലേക്കാണ് ഓടണത്. ഏറ്റവും ദാരിദ്ര്യം പിടിച്ച രാജ്യം ബംഗ്ലാദേശാണ് ഫസ്റ്റ് പൊസിഷൻ. 8ാമത്തെ രാജ്യം നമ്മുടെ ഇന്ത്യ. അമേരിക്കയ്ക്ക് 45 or 55 എന്തോ ആണ് സ്ഥലം. ജപ്പാൻ 35 or 40 ആണ്. അപ്പോ അവരുടെ സുഖം എവിടെ? സുഖത്തിനും ബാഹ്യമായ പ്രൗഢിക്കും തമ്മിൽ ബന്ധമില്ല. പക്ഷെ നമ്മൾ ബാഹ്യമായ പ്രൗഢിയും സുഖവും തമ്മിൽ ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കണതെന്ന് വിചാരിച്ച് നമ്മൾ സുഖത്തിനെ അല്ല വരിക്കണത്, അഭിമാനത്തിനെയാണ് വരിക്കണത്. We should have tremendous intelligence to select real happiness from vanity.
അധികവും നമ്മൾ വീണുപോകും. വാനിറ്റിയിൽ വീണുപോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ചാടാൻ പറ്റില്ല. അത് സ്വീകരിക്കുന്നതിന് മുമ്പ് വിചാരം ചെയ്യണം എന്താ വേണ്ടത് എന്നാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊന്നും അല്ല പറയണത്, ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് എവിടേക്കൊക്കെയോ പോകണുണ്ടേ. വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരുടെ കയ്യിലും മറ്റു പല സ്ഥലങ്ങളിലും പോകണുണ്ടാവും. ചിലപ്പോ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും ഒക്കെ കേൾക്കണുണ്ട് പല ആളുകളും. അതുകൊണ്ടിപ്പോ കൊച്ചിയിലുള്ള വയസ്സായ ആളുകളുടെ അടുത്ത് പോയി ഇതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്ത് കാര്യം ചിലപ്പോ നിങ്ങൾ വിചാരിക്കും. സാരമില്ല, പോണോ, എവിടെയോ കേൾക്കണവർ കേൾക്കും. ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേതഃ തൗ സമ്പരീത്യ വിവിനക്തിധീരാ തയോഃ ശ്രേയ ആദദാനസ്യ സാധുഭവതി ഹീയത്തെ അർത്ഥാദ്യവു പ്രയോ വൃണീത്തെ. അർജുനൻ ഭഗവാൻ ഉപനിഷത്താവുന്ന പശുവിനെ കറക്കുമ്പോ അർജുനൻ ഒരു കിടാവ് മാത്രമാണ്. കിടാവിനെ ഉപയോഗിച്ചുകൊണ്ട് കറന്നിട്ട് പാല് കുടിക്കണത് നമ്മളൊക്കെയാണ് അല്ലേ? അതുപോലെ ഇപ്പോ വത്സസ്ഥാനത്തിൽ വെച്ചുകൊണ്ട് ഇപ്പോ നമുക്ക് കറക്കാം, നമ്മളെയൊക്കെ വെച്ചുകൊണ്ട്. പാലാരെങ്കിലുമൊക്കെ കുടിക്കും, എവിടെയെങ്കിലുമൊക്കെ കുടിക്കും. മനുഷ്യന്റെ മുമ്പിൽ ശ്രേയസ്സും പ്രേയസ്സും മുമ്പിൽ വന്ന് നിൽക്കണു. ശ്രേയസ്സിനെ സ്വീകരിക്കുന്നവര് രക്ഷപ്പെടും, പ്രേയസ്സിനെ സ്വീകരിക്കുന്നവർ പതുക്കെ പതുക്കെ നാശത്തിലേക്ക് വീണുപോകുമെന്നാണ്. പുറമേക്ക് അവർക്ക് പലതും ഉണ്ടാവും, അകമേക്ക് അത്യധികം ദുരിതമാണ്. ഞാനൊക്കെ ദിവസം കാണുന്നു അത്. പട്ടണങ്ങളിലും പല സ്ഥലങ്ങളിലും പോകുമ്പോ പണക്കാരായിട്ടും വലിയ വലിയ നമ്മളൊക്കെ സാധാരണ കണ്ടു കൊതിക്കുന്ന ആളുകള് അവരുടെ വീട്ടിലേക്ക് വരൂ വരൂ എന്നൊക്കെ പറഞ്ഞു പോയി അടുത്തൊക്കെ പോകുമ്പോ അവരുടെ ഈ പുറമേ ഉള്ള മോടിയും അകമേ ഉള്ള ദുഃഖവും കൂടിയുള്ള ആ അന്തരം കാണുമ്പോ നമുക്ക് മനസ്സിലാവും ലോകം മൃഗതൃഷ്ണികയാണ്, കാണുന്ന പോലെയല്ല. അനേകവിധ കുഴപ്പങ്ങളാണ്. കുടുംബ ബന്ധമില്ല, റിലേഷൻഷിപ്സ് ഇല്ല, ഒരു ശാന്തിയില്ല, നേരെ ചൊവ്വേ ഒരു ഊണ് വെച്ച് കഴിക്കണില്ല. കൊട്ടാരം പോലെ വീട് കെട്ടിയിരിക്കണം, ഒരു സാമ്പാറും രസവും വെച്ച് ഊണ് കഴിക്കാൻ വയ്യ അവർക്ക്. പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, സ്വാമി പറഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങളുടെ കാര്യം. ഈ നായൊക്കെ റൊട്ടിയൊക്കെ അടുക്കളയിൽ നിന്ന് കടിച്ചോണ്ട് ഓടില്ലേ, ആരെങ്കിലും തല്ലുവോന്ന്. അതുപോലെയാണ് ഒരാൾ പറഞ്ഞു, അതുപോലെയാണ് ഞാൻ റൊട്ടി വായിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് കാറ് ഓടിച്ചുകൊണ്ടാണ് പോണത് എന്നാണ് രാവിലെ. സമയലാണ്. എന്തിനാ ജീവിക്കണത്? സുഖിക്കാണ്. എന്നാ സുഖിച്ചൂടെ? എന്നാ സുഖിച്ചൂടെ? എവിടെ? ക്വ സുഖം അശാന്തസ്യ കുതസുഖം. ശാന്തിയില്ലാത്തവന് സുഖം എവിടെ? നിവൃത്തി എവിടെ? വലിയ വലിയ ട്രാപ്പിലാണ് ചെന്ന്, ഈ വിവേകമില്ലാത്തത് കൊണ്ട് വരുന്ന കുട്ടികളൊക്കെ തന്നെ വലിയ വലിയ ട്രാപ്പിലാണ് ചെന്നപ്പെടുന്നത്. അവരൊക്കെ സമ്പർക്കം കൊണ്ട് പറയാണ്, വെറുതെ ഒന്നും വിരോധം കൊണ്ട് പറയണതല്ല. അത്യധിക ഹിതചിന്തയോടുകൂടെ എല്ലാവർക്കും മംഗളം ഉണ്ടാവണം, ശാന്തി ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഹൃദയത്തോടുകൂടെ തന്നെയാണ് പറയണത്. കുട്ടികളൊക്കെ ചെന്ന് പെടുന്ന പടുകുഴിയാണത്, പുറത്തു വരാൻ കഴിയാത്ത പടുകുഴി. അവര് വാനിറ്റി കൊണ്ട്, അഭിമാനം കൊണ്ട്, ഒരു ജോലി കിട്ടി, ധാരാളം ശമ്പളം. ഒരാളോട് ചോദിച്ചു, ഭാര്യ ഭർത്താവ് ജോലി ചെയ്യുന്നു, ധാരാളം ശമ്പളം, ശരീരാസ്വാസ്ഥ്യവും വിഷമവും ഒക്കെ വരുമ്പോ അവരോട് നിങ്ങളത് വിട്ടിട്ട് ഒരാൾ വീട്ടിലിരുന്നൂടെ, ഒരാൾ പണിയെടുത്താൽ പോരെ, സുഖമായി ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ മനസ്സിലാവണത് ഇവര് വാങ്ങുന്ന ശമ്പളത്തിന്റെ 4 ഇരട്ടി ഇവർക്ക് കമ്മിറ്റ്മെന്റ് അതിനു മുമ്പ് തന്നെ ഉണ്ടായിക്കഴിഞ്ഞു. ഉണ്ടാക്കാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ചുറ്റും ആളുകൾ നടന്ന് ചെയ്തു കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മുടെ സമൂഹം. പുറത്തു ചാടാൻ വയ്യ അവർക്ക്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കണു? അതിനേക്കാളും എത്രയോ കുറഞ്ഞ ശമ്പളം വാങ്ങിയിട്ട്, പണം വാങ്ങിയിട്ട്, സ്വസ്ഥമായിട്ട് ജീവിച്ച് ഊണ് കഴിച്ച് കുടുംബമൊക്കെ ഭംഗിയായി നടത്തി ബാങ്കിലും കുറച്ചിട്ട് മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് ഒക്കെ അച്ഛന്മാരാണ് വീട്ടിലിരിക്കുന്നത്. ഞാൻ നേരിട്ട് കാണുന്നത് കൊണ്ടാണ് ചിലതൊക്കെ. ഇവര് പാവം കുട്ടികളെ അറിയാതെ എന്തൊക്കെയോ ഇതിൽ പെട്ടിട്ട് ഇത് അവര് ചെയ്യണമെന്ന് പോലും എനിക്ക് പറയാൻ വയ്യ. മായയുടെ തന്നെ പണിയാണത്. അതായത് ഇവരെ കൊണ്ട് പണിയെടുപ്പിച്ച് വിഷമിപ്പിച്ചിട്ട് ഒരു കാലം കഴിയുമ്പോഴേക്കും ഇവരെ അങ്ങോട്ട് എന്താ പറയാ, ഈ ജ്യൂസ് മുഴുവൻ പിഴിഞ്ഞെടുത്തിട്ട് വലിച്ചെറിയണം. അതിനുള്ള പണിയാണത്. അതായത് ഇവരല്ലെങ്കിൽ ഇത്തിരി വിഷമിച്ചാൽ ചിലപ്പോൾ വിടാനും പാടില്ല. അപ്പൊ അതിനെന്ത് വേണം? പലതും ഉണ്ടാക്കി വെച്ചിട്ട് ഇവർക്ക് പുറത്ത് ചാടാൻ നിവൃത്തിയില്ല.
പേരിനൊക്കെ ധാരാളം പണം കിട്ടണമെന്നൊക്കെ തോന്നും, കാര്യത്തിൽ ഒന്നും കാണില്ല. ഇതാണ് മായ എന്ന് പറയുന്നത്. ഞാൻ അവിടെ വെച്ച് പറഞ്ഞില്ലേ, യക്ഷവിത്തം കേട്ടിട്ടുണ്ടോ കഥ? ഇവിടെ പറഞ്ഞു ഞാൻ. യക്ഷവിത്തം, ഒരു ബാർബർ രാജാവിന്റെ ക്ഷുരകനാണ്. ബാർബർ, അയാൾക്ക് പണം കിട്ടണമെന്നും പോരാന്നൊരു തോന്നല്. അപ്പൊ ഒരു ദിവസം കാട്ടിൽ നടക്കുമ്പോ ബാർബർ വിചാരിച്ചു കുറച്ചുകൂടെ പണം കിട്ടിയാൽ വേണ്ടില്ല എന്ന് വിചാരിച്ചു. രാജാവ് കുറച്ച് പണവും, രാജാവിന്റെ ബാർബറാണ്, ക്ഷുരകനാണ്, എന്നാൽ ഇത്തിരി കൂടി പണം കിട്ടിയാൽ വേണ്ടില്ല എന്ന് തോന്നി. അപ്പോ ഒരു മരത്തിന് ചോട്ടിലിരുന്നപ്പോ ആ മരത്തിന് പുറകുന്ന ഒരു ശബ്ദം, തനിക്ക് 7 ഭരണി സ്വർണം വേണോ ചോദിച്ചു. അപ്പൊ ക്ഷുരകന് വളരെ സന്തോഷം. ആരാ നിങ്ങളെ? ഞാൻ ഒരു യക്ഷനാണ്, നിന്നെ പോലെ വിഷമിക്കുന്നവർക്കൊക്കെ സഹായിക്കാനാണ് ഞാൻ നിൽക്കുന്നത്, 7 ഭരണി സ്വർണം തരാമെന്ന് തോന്നുന്നു. ഈ ബാർബർ പറഞ്ഞു വളരെ സന്തോഷം, വേണമെന്ന് തോന്നുന്നു, നീ വീട്ടിലേക്ക് പോയിക്കോളൂ, കിട്ടും എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഈ ക്ഷുരകൻ വീട്ടിൽ പോയി. വീട്ടിൽ പോകുമ്പോ കറക്റ്റ് 7 ഭരണി അവിടെ വീട്ടിലുണ്ട്. ഓരോന്നായി തുറന്നു നോക്കുമ്പോ 6 ഭരണി ഫുള്ളും 7ാമത്തെ ഭരണി പകുതിയും സ്വർണ്ണമുണ്ട്. ഇയാൾക്ക് രാത്രി ഉറക്കം വരണില്ല. ആ മാസത്തെ ശമ്പളം ഒക്കെ കൂടെ കൂട്ടിയിട്ട് പോരാ, ഭാര്യയുടെ കഴുത്തിലുള്ളതൊക്കെ അഴിച്ചു വാങ്ങി, കാലിലുള്ളതൊക്കെ അഴിച്ചു വാങ്ങി, ഒരു കുറെ കോയിനാക്കിയിട്ട് 7ാമത്തെ ഭരണിയിലിട്ടു. അത് അറിയണേയില്ല. പിന്നെ രാജാവിന്റെ അടുത്ത് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് പണം കടം വാങ്ങി അതൊക്കെ സ്വർണ്ണ കോയിനാക്കിയിട്ട് 7ാമത്തെ ഭരണിയിലിട്ടു എന്ന് അറിയണില്ല. അവസാനം രാജാവിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇത്തിരി ശമ്പളം കൂട്ടി തന്നാ വേണ്ടില്ല എന്ന് പറഞ്ഞു. രാജാവ് ശരിയെന്ന് പറഞ്ഞ് ശമ്പളം കൂട്ടിക്കൊടുത്തു. 7ാമത്തെ ഭരണി എന്ന് അറിയണില്ല. ഇടയ്ക്കിടയ്ക്ക് രാജാവിന്റെ അടുത്ത് പണം ചോദിക്കാൻ തുടങ്ങി. ഇയാൾ സമാധാനമില്ലാതെ ഒക്കെ നടക്കുന്നതും കുടുംബമൊക്കെ ദാരിദ്ര്യത്തിൽ വിഷമിക്കുന്നതും ഒക്കെ കണ്ടപ്പോ രാജാവിന് ആശ്ചര്യം തോന്നി. രാജാവ് ഒരു ദിവസം ചോദിച്ചുടോ, തനിക്ക് 6.5 ഭരണി കിട്ടിയിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ ഇയാള് രാജാവിനോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാന്ന് ചോദിച്ചു. അത് ഞങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങളോടൊക്കെ ഇയാൾ ചോദിച്ചിട്ടുണ്ട്, ഈ 6.5 ഭരണി കൊണ്ട് ഞങ്ങളൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഈ 6.5 ഭരണി ഒരിക്കലും 7 ഭരണി ആവില്ല, ആ 6.5 ഭരണി ഉപയോഗിക്കാനും പറ്റില്ല, അതുകൊണ്ട് അത് വേണ്ടെന്ന് പറയൂ. 6.5 ഭരണി 7 ഭരണി ആവുകയില്ല, 6.5 ഭരണിയിലുള്ളതിനെ ഉപയോഗിക്കാനും നിനക്ക് സാധിക്കില്ല, അതുകൊണ്ട് വേണ്ടാന്ന് പറയൂന്ന്. ഇയാൾ തിരിച്ചുപോയി യക്ഷന്റെ അടുത്ത് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. മുഴുവൻ ഡിസപ്പിയർ ആയി. 6.5 ഭരണിയും പോയി, ഇയാൾ ഉണ്ടാക്കിയ മുഴുവനും പോയി. അയാൾ പറഞ്ഞു, എന്നാലും വേണ്ടില്ല, അത്ര സമാധാനമായിന്ന്. ഇതാണ് യക്ഷവിത്ത പദത്യത എന്ന് ഭാഗവതത്തിലൊക്കെ വരും. യക്ഷവിത്തം എന്ന്, യക്ഷവിത്ത പദത്യത എന്നാണ്. അപ്പൊ ഇതാണ് നേരെ ചൊവ്വ. അല്ലാതെ ഈ കാണുന്ന പണം മുമ്പിലിങ്ങനെ ഇന്ദ്രജാലം കാണിക്കുമെന്നല്ലാതെ അതിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് സുഖിക്കാൻ പറ്റില്ല. അതാണ് തമാശ. അത് ഉപയോഗിച്ച് സുഖിക്കാമെന്ന് വെച്ചാൽ സുഖിക്കാൻ പറ്റില്ല. എത്ര സുഖം നിങ്ങൾക്ക് സുഖിക്കാൻ നിങ്ങളുടെ കോശങ്ങളിലുള്ളൊക്കെ രജിസ്റ്റർ ചെയ്ത് എഴുതി തന്ന്, ഇപ്പോ പാല് വാങ്ങിക്കുമ്പോ കൂപ്പൺ ഇല്ലേ, കൂപ്പൺ കൊടുത്താൽ അത്രയേ പാല് തരുള്ളൂ അല്ലെ. അതേപോലെ നമ്മളുടെ ഓരോ കോശങ്ങളിലും നമ്മളുടെ ശരീരം വരുമ്പോ ഭഗവാൻ ഓരോ കൂപ്പൺ വെച്ചിട്ടുണ്ട്. ആ കൂപ്പണിനനുസരിച്ചേ റേഷൻ കിട്ടുകയുള്ളൂ. നിങ്ങൾ എന്ത് സമ്പാദിച്ചോളൂ, നിങ്ങൾ എന്ത് ചെയ്തോളൂ, കാര്യമൊക്കെ നിങ്ങൾ എത്രയൊക്കെ കണക്കിലും കടലാസിലും ഒക്കെ എഴുതിയാലും നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കൂപ്പൺ അനുസരിച്ച് പ്രകൃതി റേഷൻ തരുള്ളൂ. അപ്പൊ പിന്നെ എന്താ കാണിക്കുന്ന മടയത്തരല്ലേ? എന്നാലും കാണിക്കും. അതാണ് മൃഗതൃഷ്ണ എന്ന് പറയണത്. അപ്പോ അത് അറിവുള്ള ആള് തീരുമാനിച്ച് തന്റെ സാഹചര്യത്തിനനുസരിച്ച് തന്റെ കർമ്മത്തിനെ ധർമ്മമാക്കി മാറ്റി തനിക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ ധനസമ്പാദനാദികൾ ചെയ്തുകൊണ്ട് അതിനുമേലെ തനിക്ക് ലൈഫിലൊരു പർപ്പസ്, ജീവിതത്തിലൊരു ഉദ്ദേശമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ധനസമ്പാദനാദികളൊക്കെ ശരീരനിർവഹണത്തിനും കുടുംബം നടത്താനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ട വിധത്തിൽ ചെയ്തുകൊണ്ട് അതിൽ കൂടുതൽ അതിന്റെ കുഴിയിൽ ചെന്ന് പെടാതെ അതിനൊരു മതില് കെട്ടി ആനന്ദിക്കണമെന്ന് വാസ്തവത്തിൽ തീരുമാനിച്ച് ആനന്ദത്തിന്റെ ഉറവിടം അല്പമായതിലല്ല അനന്തത്തിലാണുള്ളതെന്ന് അറിഞ്ഞ് അധ്യാത്മമായ ആന്തരികമായ ഒരു ഭാവം വളർത്തിയെടുത്ത് സത്സംഗത്തിലും ഭഗവത് ഭക്തിയിലും ഒക്കെ
രമിച്ചുകൊണ്ട് ഭഗവതാശ്രിതനായിട്ട് ഇരുന്നുകൊണ്ട് പ്രകൃതിയിൽ സ്വധർമ്മത്തിനെ ചെയ്താൽ ശരീരനിർവഹണവും നടക്കും, ശാന്തി ഉണ്ടാവും. അല്ലെങ്കിൽ ശരീരനിർവഹണവും നടക്കില്ല, ശാന്തിയും ഉണ്ടാവില്ല. അതുകൊണ്ട് ദുഃഖയോനയ എന്ന് ഭഗവാൻ പറയണത് ഒരു പെസിമിസം അല്ല. ഭഗവാൻ കേവലം വാസ്തവിക സ്ഥിതി മാത്രം പറയാണ്. ഈ യക്ഷവിത്തത്തിൽ രമിക്കരുത് എന്ന്. പുറം വസ്തുക്കളിൽ സുഖമുണ്ടെന്ന് തോന്നണത് വെറും മരുമരീച്ചികയാണ്. കുറച്ചു നേരത്തേക്ക് കിട്ടും, പിന്നെ പോകുമെന്ന്. നിത്യമായ സുഖം ആത്മാവിലാണുള്ളത്, അന്തരംഗത്തിലാണുള്ളത്, ഭഗവത് ഭക്തിയിലാണുള്ളത്. അതിനുവേണ്ടി നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നാമജപം ചെയ്തുകൊണ്ടും സദ്ഗ്രന്ഥപാരായണങ്ങൾ ചെയ്തുകൊണ്ടും സത്സംഗത്തിൽ ഇരുന്നു കൊണ്ടും ഏകാന്തവാസം ചെയ്തുകൊണ്ടും എങ്ങനെയൊക്കെ കഴിയുമോ ആ രീതിയിലൊക്കെ ഉപാസനാമാർഗങ്ങളില് മുന്നേറിക്കൊണ്ടേ പോകണം. എത്ര ദൂരം പോവാൻ പറ്റുമോ അത്രയും ദൂരം ലാഭമാണെന്നാണ് ഗീത പറയണത്. എത്രയും ദൂരം, നിങ്ങൾ പൂർണ്ണമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ പോട്ടെ, എത്ര ദൂരം പോയോ അത്ര ദൂരത്തേക്ക് ശാന്തി നിങ്ങൾക്കുണ്ടാവും. അത് നേടിയെടുക്കുക എന്നാണ്. നാളെ ഇതേ സമയത്തിൽ തുടങ്ങാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.